ഹലോ. ഹലോ, നീ എവിടാ? ഞാൻ വീട്ടിലാടാ. എടാ, നിനക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? എൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അളിയാ, നീ എവിടെ നിൽക്കുന്ന? ഞാൻ മറ്റേ 9 മൈൽ വളവുണ്ടല്ലോ, ആ, അതിൻ്റെ അടുത്തായിട്ട് നിൽക്കുക. അയ്യോ അളിയാ, അവിടെയാണെങ്കിൽ ഞാൻ വരത്തില്ല അളിയാ, സോറി. ആ, ഓക്കെ ഓക്കെ, നീ വരണ്ട, ഫോൺ വയ്ക്ക്. ഇത് പറ്റിയെന്നറിയാൻ വയ്യല്ലേ. എങ്ങോട്ട് പോവാ? വാ. വാ. സർ. എടോ, തൻ്റെ സ്റ്റേഷൻ പരിധിയിലല്ലേ ഈ 9 മൈൽ? അതെ സർ. അവിടെ എന്താടോ സ്ഥിരമായി പ്രശ്നങ്ങൾ നടക്കുന്നത്? അന്വേഷിക്കാം സർ. അവിടെ സ്ഥിരമായി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ആരാ ഇതിന് പിന്നിൽ? അത് പ്രേതബാധയുള്ളതായിട്ടാണ് സാർ നാട്ടുകാരുടെ അഭിപ്രായം. പ്രേതബാധ തന്നെ ആരോടോ പോലീസിലെടുത്തത്? എന്തായാലും കൊള്ളാം, നാളെ മുതൽ 2 പേരെ അവിടെ ഡ്യൂട്ടിക്കിടണം. തീർച്ചയായിട്ടും സർ. അവിടെ പകലും രാത്രിയുമായി 2 കോൺസ്റ്റബിൾസ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ സാർ. ശരി. ഡോ പ്രദീപ്, സാർ. നാളെ മുതൽ 2 കോൺസ്റ്റബിൾസ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരിക്കണം. എവിടെയാണ് സാർ? 9 മൈൽ. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ സാർ. ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന കൊലപാതകങ്ങൾ കണക്കിലെടുത്ത് രാത്രിയും പകലും പോലീസ് കാവൽ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് 9 മൈൽ വളവിൽ നടന്ന ഒരു ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ മരിച്ചവരുടെ പ്രേതങ്ങളാണ് ഇതിന് പിന്നിലെന്ന് കുറച്ച് നാട്ടുകാർ പറയുന്നു. ഇപ്പോഴും രാത്രിയിൽ ബസിന്റെ ഹോൺ ശബ്ദം കേൾക്കാറുണ്ടെന്നും പറയുന്നു. എന്നാൽ കള്ളക്കടത്തുകാരുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും സുഗമമായ നടത്തിപ്പിന് വേണ്ടി കെട്ടിച്ചമയ്ക്കുന്ന കഥകളാണ് ഇതെന്നും ചില നാട്ടുകാർ പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് കാത്തിരുന്ന് കാണാം. ഓ, ആസിറക്കി പൂട്ടാൻ നോക്കുവാണല്ലേ? താനിന്ന് നല്ല ഫോമിലാണല്ലോ. കുറേ നാളായില്ലേ മാഡം തുടങ്ങിയിട്ട്? മാഡത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിട്ടയർഡ് ആകാൻ സമയമായി. ക്ലാസ് ആകടാ. എന്താ ഏട്ടാ കാര്യം? നീ ഒന്ന് പുറത്തോട്ടിറങ്ങി. എന്തു പറ്റി? ചേട്ടാ, നിങ്ങളുടെ അസുഖം എനിക്ക് മനസ്സിലായി. ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളല്ല. ഇവളോടൊന്നും മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വീഡിയോ എടുക്കടാ. ചേട്ടാ, വീഡിയോ എടുക്കരുത്. അടുത്ത മാസം ഞങ്ങളുടെ കല്യാണമാണ്.
ഓ അതിന്റെ റിഹേഴ്സലാണല്ലോ ഇവിടെ നടന്നത്. മോനിഞ്ഞ് വന്നേ. ചേട്ടാ പ്ലീസ് അനന്തുവിനെ ഒന്നും ചെയ്യല്ലേ. മാഡത്തിന് എന്തായാലും ഇവിടെ ഡ്യൂട്ടി കിട്ടിയത് നന്നായി. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ 9-ാം മൈൽ വളവിൽ കിടന്ന് ഡ്യൂട്ടി ചെയ്ത് ഞാൻ ബോറടിച്ചേനെ. ഷാജിയുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മേഡത്തിന് എന്താ ആവശ്യം വന്നാലും കൂടെ നിൽക്കണമെന്ന്. ഉണ്ടാക്കല്ലേ ചേട്ടാ, ഞങ്ങൾ പൊക്കോളാം ചേട്ടാ പ്ലീസ്. അപ്പോൾ ഓക്കെ, ഡ്യൂട്ടിക്ക് കയറാൻ ടൈമായി. റീത്ത കുര്യൻ ഓൺ ഡ്യൂട്ടി. എന്താണ് അവിടെ പ്രശ്നം? എന്താണ് പ്രശ്നം? മാഡം, ഞങ്ങൾ കാറിലിരുന്ന് ബർത്ത്ഡേ ആഘോഷിക്കുകയായിരുന്നു. അപ്പോഴേ ഓ സദാചാരം, അത് പണ്ടേ നിരോധിച്ച മേഖലയാ. രണ്ടാളും വിട്ടെ. മേഡം, ഇത് സീൻ വേറെയാണ്. ചുമ്മാ പിള്ളേരെ മുമ്പിൽ നാറാൻ നിൽക്കണ്ട. വർഷം കുറെ ആയടാ നിന്നെ പോലെയുള്ള ഞരമ്പന്മാരെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. അയ്യോ മാഡം, ഇതൊരു പ്രാങ്ക് ഷോ ആയിരുന്നു. ഈ പെങ്കൊച്ചിനെ പറ്റിക്കാൻ വേണ്ടി ഈ പയ്യൻ പറഞ്ഞ് ഏൽപ്പിച്ചതാ. ശരിയാണോടാ? അതെ മാഡം, ഈ ബർത്ത്ഡേ ഒന്ന് കളറാക്കാൻ വേണ്ടി ചെയ്തതാ. മേഡം, ഞങ്ങളുടെ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ. കുമ്പളങ്ങ ബോയ്സ് ഓൺലി പ്രാങ്ക്. ഇതൊക്കെ പ്രാങ്ക് അല്ല, നിന്റെയൊക്കെ പ്രാന്ത. പോ നോക്ക്. ഡാ അനന്തു, ബ്രേക്കപ്പ്. ബ്രേക്കപ്പ് അല്ലേ ആയുള്ളൂ, ലോക്കപ്പിലാകാത്തത് നിന്റെയൊക്കെ ഭാഗ്യം. മോറു മാളു, നിക്ക് മാളു. വേണ്ട, എന്റെ പുറകെ വരണ്ട. ആ ഫോൺ ഇങ്ങതാടാ. എടുത്ത വീഡിയോ ഡിലീറ്റ് ആക്കിയേക്കണം, ഇല്ലെങ്കിൽ രണ്ടിന്റെയും കാര്യം പോക്കാ. പറഞ്ഞേക്കാം. കുമ്പളങ്ങ ബോയ്സ് കുടുംബം കലക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല മേഡം. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് കൊള്ളാം. ശരി, പോയിക്കോ. താങ്ക് യു മേഡം. പിടിച്ചിറക്കണവനെ. ആർക്കാണ് എന്റെ അനിയനെ തൊടേണ്ടത്? ബാമേ, നിന്റെ അനിയൻ നമ്മളെ ഷാജിയണ്ണന്റെ വണ്ടി കല്ലെറിഞ്ഞു. അണ്ണൻ അറിഞ്ഞാണ്ടല്ലോ, നിന്റെ അനിയന് വാതിലടയ്ക്കാൻ കൈ കാണത്തില്ല. ഒരു ഷാജി, അവൻ എന്താടാ നിന്റെ കണ്ണനായത്? ഈ ചേരി നിന്നെയൊക്കെ പേടിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ ഭാമയെ കൂട്ടണ്ട. പേടി എന്താണെന്ന് നിന്നെയൊക്കെ കാണിച്ചു തരാം. വാ കൊണ്ട് പറയാതെ പ്രവൃത്തി കൊണ്ട് ചെയ്ത് കാണിക്കടാ. ഓടാ. ഓടാ, ഇവിടെയൊക്കെ നമ്മളെ കൈ കിട്ടും. എന്തിനാടാ ഭഗത്ത് നീ അങ്ങനെ ചെയ്തത്? അവന്മാര് നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? ഞാനത് എന്തിനാ ചെയ്തതെന്ന് ചേച്ചിക്ക് അറിയത്തില്ലേ? സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാതെ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവിനൊക്കെ ഒന്നും അവന്മാരില്ലേ? നിങ്ങൾക്കത് നോവില്ല, കാരണം നിങ്ങൾ ഞങ്ങളുടെ ഇടയിലോട്ട് വന്നു കയറിയതല്ലേ. എടാ, ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. ഭദ്രേ? ഭദ്ര? എന്റെ ചേച്ചി നിങ്ങൾക്ക് ഭദ്ര എന്ന് പേരിട്ടെന്ന് പറഞ്ഞ എന്റെ രക്തബന്ധമൊന്നും ആവത്തില്ലല്ലേ? എടി ഭദ്രേ, അവന് വിഷമം കൊണ്ട് പറഞ്ഞതാ, നീ വിട്ടുകളാ. അവൻ പറഞ്ഞതിലും കാര്യമില്ലേ? ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വന്നു കയറിയതല്ലേ. ആ ദിവസം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും പേടിയാ. ஏ செல்லம், நான் சொல்றது நீ கேட்டிருந்தா இவ்வளோ உதவாங்கிற ஆசை உனக்கு இருக்கா? அங்க போனா உனக்கு ராசாத்தி மாதிரி வாழலாம். என்ன உனக்கு அது பிடிக்கலையா? എന്താടി കനകം, നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ஏய் பாமா, ஒரு பெரிய டீல் வந்திருக்கு. ஆனால் அதுக்கு உன்னோட ஹெல்ப் தேவை. 9ஆம் மைல் செக் போஸ்ட் கடத்தினால் போதும். அதுக்கு உனக்கு மட்டும்தான் முடியும். நிறைய காசு கிடைக்கும். அப்ப எப்படி ஹெல்ப் பண்ணீங்களா? ഹെൽപ്പ് ചെയ്യണോ വേണ്ടത് പിന്നെ നോക്കാം. ആദ്യം ഐറ്റം എന്താണെന്ന് കാണട്ടെ. உள்ளே வா. இதுதான் ஐட்டம். எப்படி இருக்கு? டீல் ஓகேவா? എടി കനകം, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പണിക്ക് എന്നെ വിളിക്കരുതെന്ന്. ഈ ഡീൽ ഞാൻ ചെയ്യില്ല. அப்படின்னா நீ விட்டுரு, நான் பாத்துக்கிறேன். നീയും ചെയ്യില്ല. ஆமா, நீ என்ன பண்ற?
എന്താ നിന്റെ പേര്? ഷെർലിൻ. വീട് എവിടാന്ന് പറ, ഞാൻ കൊണ്ടാക്കാം. പിന്നെ വീട് കുറച്ച് ദൂരെയാണ്. എനിക്ക് കൂട്ടായി ആകെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മമ്മ മാത്രമാണ്. അവർ മരിച്ചതോടുകൂടി ഞാൻ ഒറ്റയ്ക്കായിരുന്നു താമസം. ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ കനക എന്നെ കൊണ്ടുവന്ന് ചതിച്ചത്. ഇനി എന്താ നിന്റെ തീരുമാനം? തിരിച്ച് വീട്ടിൽ പോയാൽ വീണ്ടും ഇതുപോലെ സംഭവിച്ചാലോ? ആത്മഹത്യ മാത്രമേ ഇനി എൻ്റെ മുന്നിലുള്ളൂ. ഏയ്, അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഒരു ജോലി നമുക്ക് കണ്ടുപിടിക്കാം. അതുവരെ നിനക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് നിൽക്കാം. അത് ഭാമിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കൊരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു, ഭദ്ര. ഇനി മുതൽ നീ ആയിരിക്കും ആ സ്ഥാനത്ത്. വാ. അതൊക്കെ കഴിഞ്ഞില്ലേ, വിട്ടുകളാ. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവിനെ ആ ഷാജിയും കൂട്ടരും കൊന്നുകളഞ്ഞത് ആ പകയുള്ളിൽ ഒതുക്കിയ ഒരു അവസരത്തിന് വേണ്ടിയാ. ഇഷ്ടമില്ലാഞ്ഞിട്ട് ഞാൻ ആ ഷാജിയുടെ എതിരാളി വൈശാഖിൻ്റെ ഒപ്പം കൂടിയത്. അവസരം വരും, അപ്പം നമുക്ക് കണക്ക് തീർക്കാം. ഡാ, ഭദ്രയോട് സോറി പറ. സോറി ചേച്ചി, അപ്പോഴത്തെ ദേഷ്യത്തിലങ്ങ് പറഞ്ഞു പോയതാ. ഭാമ ചേച്ചി പോലെ തന്നെ എനിക്ക് ഭദ്ര ചേച്ചി. സോറി ഒന്നും പറയണ്ടടാ, നീ ഞങ്ങളുടെ പുന്നോര അനിയനല്ലേ. ഡാ, നീ ഒന്ന് റെഡിയാകും, നമുക്ക് പുറത്തൊന്ന് കറങ്ങാം. ആ ആ. വൈശാഖിന്റെ സ്റ്റോക്ക് ആയിരിക്കുമല്ലേ? എന്താ സാധനം? കോളേജ് പിള്ളേർക്കുള്ള പൊടിയാണ്. അത് കൊള്ളാം. അപ്പൊ എന്റെ സ്റ്റോക്ക് ഞാൻ എവിടെ കൊണ്ടുവയ്ക്കും? എവനെ പിടിച്ച് വണ്ടി കയറ്റ്. മേലിൽ നിന്നെ ഈ ഏരിയ കണ്ട നിന്റെ വീട് JCB തിന്നും. വണ്ടിയില് ഷാജിയണ്ണ, ആ ഭാമയുടെ അനിയൻ നമ്മളെ വണ്ടി കല്ലെറിഞ്ഞെന്ന് ചോദിക്കാൻ ചെന്ന ഞങ്ങളെ ആ ഭാമ. നാണമില്ല, കണ്ട പെണ്ണുങ്ങളെ തല്ലും കൊണ്ടുവന്ന് നിൽക്കുന്നു. അവരുടെ ഏര് കുറച്ച് റോങ് ആണല്ലോ. അവളെ ഭർത്താവിനെ കൊന്ന പോലെ അവളെ അനിയനെ ഞാൻ തീർക്കും. ശരിയാണ്, പടാ വണ്ടി ഇടാ. ഹലോ, എന്താ വിളിച്ചത്? ഭാമേ, നമ്മളൊരു പയ്യൻ ചരക്കുമായി മിസ്സിംഗ് ആണ്. ഷാജിയുടെ കൈ പെട്ടെന്നാ തോന്നുന്നത്. 10 ലക്ഷം രൂപയുടെ സാധനമാണ് കളഞ്ഞത്. പയ്യന്മാരെയൊക്കെ ഏൽപ്പിക്കുമ്പോൾ നീ നോക്കണ്ടേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെയും വിളിച്ചത്. ഇന്നൊരു ഡീലുണ്ട്, അത് നീ തന്നെ ചെയ്യണം. എന്താണ് ഐറ്റം? ഗോൾഡാ. ഇത് നടന്നില്ലെങ്കിൽ സേട്ടിന് നമ്മളുള്ള വിശ്വാസം പോകും. ഓക്കെ, ചെയ്യാം. എൻ്റെ അനിയൻ ഇതൊന്നും ഇഷ്ടമല്ല. ഞാൻ കുറേശ്ശെ ഈ പണിയങ്ങ് നിർത്താൻ പോവാം. അപ്പോൾ നിന്റെ ഭർത്താവിനെ കൊന്ന ഷാജിയോട് നിനക്ക് പ്രതികാരം ചെയ്യണ്ടേ? ആ ഒരൊറ്റ കാര്യം കൊണ്ടാ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത്. ഓക്കേ, അതിനൊക്കെ അവസരം വരും. ഇപ്പം നീ ഡീലേ ചെയ്യാം. ഇതിപ്പോഴെങ്ങാനും ശരിയാവുമോ? എന്റെ വായിൽ സാധനം ഇരിക്കുന്നു. പോലീസ് വന്ന പണി തീരും. എന്തു പറ്റി? വണ്ടി കംപ്ലൈന്റ് ആയി മാഡം. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട മാഡം, ഇപ്പൊ ശരിയാവും. എന്നാ താൻ കയറും, അടുത്ത സ്റ്റോപ്പിന് ഇറക്കാം ഞാൻ. വണ്ടി കിട്ടുന്ന അവിടെ. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ ശരിയാവും.
ബാഗ് ഒന്ന് എടുത്തേ നോക്കട്ടെ. വേഗം ആവട്ടെ. റാസ്കൽ. എത്ര ചേട്ടാ? 340. ഈ 2 ബിസ്ക്കറ്റ് അങ്ങ് എടുത്തേക്ക്. கண்ணா நில்றா, இதான் உன்னோட பிஸ்கட்டு புடிடா. அப்படியே திருப்பதி லட்டு மாதிரி இருக்க உன் அம்மா எங்கடா? அவக்கு என்ன பிடிக்கல, ஆனா எனக்கு அவளை ரொம்ப பிடிக்கும். அண்ணா நல்லா படிச்சு நீ பெரிய ஆளாயிடு, நீ என் செல்ல குட்டி. ഡാ ബിസ്ക്കറ്റ് തിരിച്ചു കൊടുക്കടാ. என்ன பாமா, நான் உனக்கு உன் தங்கச்சி மாதிரி தானே. என் கூட வந்தா உனக்கு தங்க பிஸ்கட் தாரே, ഇവളെയും சேர்த்துக்கோ. ചെറുക്കം നിൽക്കുന്നു, അല്ലെങ്കിൽ നിന്റെ സ്വർണ്ണപ്പല്ല അടിച്ച് താഴെ ഇട്ടേനെ. നീയേ പെട്ടെന്ന് പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് ഒരു അടി മേടിക്കും. என்னடி பயப்படுத்துறிய? இந்த கனகம் நினைச்சா உன்னை ஈஸியா தூக்க முடியும். ബാമ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീയല്ല നിന്റെ മറ്റവും വിചാരിച്ച പോലെ ഇവളുടെ ദേഹത്ത് തൊടാൻ പറ്റില്ല. വാടി. ഹലോ, നമസ്കാരം. കുറെ നേരമായോ വന്നിട്ട്? കുറച്ച് സമയമായി. 9-ാം മൈൽ വളവിന് ഉള്ള കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിന് വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പൊ എന്തോ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊന്ന് പോയി അന്വേഷിക്കണം. അവിടെ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. നിങ്ങളെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ. ക്യാഷ് എത്രയായാലും കുഴപ്പമില്ല. നിങ്ങളെൻ്റെ സുഹൃത്താണെന്ന കാര്യം തൽക്കാലം ഇപ്പോൾ ആരും അറിയണ്ട. എന്തായാലും ഞാൻ അവിടം വരെ ഒന്ന് പോയി നോക്കാം. അവിടെ പോയതിന് ശേഷം ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ? ആരെയാ നോക്കുന്നേ? ഹലോ ഹലോ, എടീ ഇവിടെ മാത്രമേ റേഞ്ച് കിട്ടത്തുള്ളൂ. ഇവിടെ അധികം നേരം നിൽക്കുന്ന അത്ര സേഫ് അല്ല. എപ്പോഴാണ് ഒരു അപകടം ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. നീ ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. ആ ഒന്നുമില്ല, പോവാ. ഹലോ പ്രവീൺ സാറേ, ഇന്നലത്തെ ആ ആക്സിഡന്റ് എൻക്വയറി എൻ്റെ പെടലിക്ക് ഇട്ട് തന്നല്ലേ? റീത, എനിക്ക് അത്യാവശ്യമായി വീട് വരെ ഒന്ന് പോകണം. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ സാർ. പിന്നെ മറ്റാരും അറിയണ്ട. ഓക്കെ. വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? സൂക്ഷിക്കണം. അത് വല്ലാത്തൊരു ഏരിയയാണ്, അറിയാലോ. പ്രവീൺ സാറേ, അത് വിട്. ഇതിലും വലിയ ഏരിയയിൽ ഡ്യൂട്ടി നോക്കിയിട്ടുണ്ട് ഈ റീത്ത കുര്യൻ. നിങ്ങൾ പോയിട്ട് വാ. ചേച്ചി ചേച്ചി പെട്ടെന്ന് വായിച്ചു, ഇവരെന്നെ കൊല്ലും ചേച്ചി. ചേച്ചി നീ കേട്ടല്ലോ, പെട്ടെന്ന് വന്നാ നിന്റെ അനിയനെ ജീവനോടെ നിനക്ക് കാണാം. അവനെ ഒന്നും ചെയ്യരുത്, ഞാൻ വരാം. പാലത്തിനടുത്തുള്ള എൻ്റെ ഗോഡൗണിൽ വാ. പിന്നെ എന്നെ നിനക്കറിയാലോ. ഇത് വേറെ ആരെങ്കിലും അറിയിച്ചാ നിന്റെ അനിയന്റെ കാര്യം പോക്ക. ഇല്ല, ഞാൻ വരുന്നവരെ അവനെ ഒന്നും ചെയ്യരുത്. ഹലോ ഭദ്ര, നീ ഒന്ന് വേഗം വാ. എന്റെ അനിയൻ അപകടത്തിലാ.
നിനക്കെന്നെ പേടിയില്ലെന്ന് ഏമാര് പറഞ്ഞു. അപ്പൊ പിന്നെ അതൊന്ന് അറിയണമെന്ന് ഞാൻ വിചാരിച്ചു. അവനെ ഒന്ന് ചെയ്യരുത്, ഞാൻ വന്നല്ലോ. നീ വരുമല്ലോ, എനിക്കറിയാം എവിടെ തൊട്ടാ നിനക്ക് പൊള്ളുവെന്ന്. അവനെ അയച്ചുവിട്. നീ തിടുക്കം കൂട്ടാതെ ഞാനൊന്ന് ശരിക്കൊന്ന് കാണട്ടെ. செல்லம், நீ இந்த உலகத்தில் இருந்தா நம்ம பிசினஸுக்கு ரொம்ப தொந்தரவு. அதனால நீ செத்து പോ. നീ എന്തെങ്ങനെ വിശ്വാസം വരാതെ മതി നോക്കുന്നത്? ഞാൻ തന്നെ ഷെർലി. ഓ സോറി. നിന്റെ ഭദ്ര. നിന്റെ നീക്കങ്ങൾ അറിയാനേ ഞാൻ നിന്റെ കൂടെ കൂടിയതാ. സാറ് പറ, ഇനി ഇവിടെ എന്ത് ചെയ്യണോന്ന്? എവിടെ എവനെയും 9-ാം മൈൽ വളവ് കഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് കളയും. ആക്സിഡന്റ് പോലെ ആയിരിക്കണം. ഓക്കെ സാർ. സ്റ്റോപ്പ്. നിർത്ത്. ഇങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്ക്. എങ്ങോട്ടാ ഈ പാതിരാത്രിക്ക്? മാഡം, ഞങ്ങൾ ഷാജിയുടെ ആൾക്കാരാ. വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. എന്താ അത്യാവശ്യം? ആ ലൈറ്റ് ഒന്നിട്ടേ. നീയാണോ? നീ എന്താ ഉറങ്ങാണോ? നിന്റെ ഉറക്കം ഞാൻ മാറ്റിത്തരാം. നീയാണ് വണ്ടിയിലെങ്കിൽ ഡിക്കിയിൽ എന്തെങ്കിലും കാണുമല്ലോ. ഡിക്കി തുറക്ക്. നിൽക്കാൻ. என்ன சத்தம் அது? வா நோക്കാം. சீக்கிரம் வா. எங்க போச்சு? வா தேடலாம்.
ഹലോ. ഹലോ. എൻ്റെ ആൾക്കാരെ മുഴുവൻ അവൾ കൊന്നു. നിങ്ങൾക്ക് വരാനുള്ള സമയമായി. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, ഞാൻ വരാം. ഓം ക്രീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരത്തനുരൂപ ചട ചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഫട് സ്വാഹ. നിനക്കെന്നോട് എന്തോ പറയാനുണ്ട്. കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പറഞ്ഞോളൂ. നാലുകെട്ടിൽ ഉള്ളിലുണ്ടേ നാടറിയും പെണ്ണൊരുത്തി, കരിനി